ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം ഇത് പരത്തുമ്പോഴാണ്. പൊട്ടിപ്പോകാണ്ട് എങ്ങനെ പരത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരത്തുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് മേളിലോട്ടേക്ക് പരത്തി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് കൂടി താഴോട്ടേക്ക് പരത്തുക. നമസ്കാരം, വറ്റം വെള്ളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ എടുത്തിട്ടുള്ള റെസിപ്പി ആലു പൊറോട്ടയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് ആലു പൊറോട്ട. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1.5 കപ്പിന് ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ഉപ്പും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. ആലു പൊറോട്ട ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ ഗോതമ്പ് പൊടി നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക എന്നുള്ളതാണ്. ഇതിങ്ങനെ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്താൽ തന്നെ നമ്മൾ ആലു പൊറോട്ട പൊട്ടാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏകദേശം ഒന്ന് കുഴഞ്ഞതിന് ശേഷം കുറച്ച് എണ്ണയും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്നും കൂടി നല്ലോണം കുഴച്ചെടുക്കുക. ഒരു 10-12 മിനിറ്റ് കുഴച്ചതിന് ശേഷം ഇതൊരു നനഞ്ഞ തുണി ഇട്ടിട്ട് ഒന്ന് അടച്ചു വെക്കണം. ഇത് കുറച്ച് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി ആലു പൊറോട്ടയിലേക്ക് വേണ്ടുന്ന മസാല നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഉരുളക്കിഴങ്ങ് എപ്പം വേവിച്ചിട്ട് തണുക്കണം, എന്നിട്ട് മാത്രമേ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാവൂ. ഞാനിപ്പോൾ ഒരു 2-3 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചോപ്പ് ചെയ്ത പച്ചമുളക് ചേർക്കുക, ചോപ്പ് ചെയ്ത ഉള്ളിയും മല്ലിച്ചപ്പും കുറച്ച് ഇഞ്ചിയും കൂടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഡ്രൈ മാംഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട് കിട്ടും, ആംചൂർ. അത് വേണ്ടിക്ക് ചേർത്താൽ മതി, അല്ലെങ്കിൽ ചെറുനാരങ്ങ ചേർത്താൽ മതി. പിന്നെ ഇതിൽ ചേർക്കേണ്ടത് മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും. പിന്നെ അയമോദകം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അജ്വൈൻ. ഇത് ഒരു 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ ഒന്ന് ചേർത്താൽ മതി. ഒന്ന് നല്ല കൈൻ്റെ ഉള്ളിലിട്ടിട്ടൊന്ന് ഞെരടിയിട്ടൊന്ന് ഇടണം. പിന്നെ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പും ഇതെല്ലാം ചേർത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഈ മസാലയിലെല്ലാത്തുന്ന വിധത്തിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ കൈനെ കൊണ്ടോ അല്ലെങ്കിൽ നല്ല മാഷർ ഉപയോഗിച്ചിട്ടോ ഇത് നല്ലോണം മാഷ് ചെയ്തെടുക്കുക. ഉരുളക്കിഴങ്ങെല്ലാം നല്ലോണം പൊടിച്ച് മാഷ് ചെയ്തെടുത്തിട്ട് ഇതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. അപ്പം നമ്മൾ കുഴച്ച് വെച്ച ഗോതമ്പ് പൊടി ഒരു 10-12 മിനിറ്റ് 13 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി അത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് എണ്ണയും കൂടി തേച്ചിട്ട്, ബട്ടറാണെങ്കിൽ നല്ല ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ എണ്ണ എടുത്തിട്ടുള്ളത്. ഇത് നല്ലോണം കുഴച്ചിട്ട് ഇതിനെ മീഡിയം സൈസ് ചെറിയ ഉരുട്ടകളായിട്ട് ഉരുട്ടിയിട്ട് മാറ്റി വെക്കണം. നല്ലോണം ഉരുട്ടിയിട്ട് എടുത്ത് വെച്ചതിന് ശേഷം അതിനെ ഒരു നനഞ്ഞ തുണി, നേരത്തെ അടച്ചു വെച്ച പോലെ തന്നെ നനഞ്ഞ തുണി എടുത്തിട്ട് അടച്ചു വെക്കണം, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൻ്റെ സ്റ്റഫിങ്. ഒരു ഉരുളിയെടുത്ത് ഗോതമ്പ് പൊടിയിലൊന്ന് മുക്കി കൈക്ക് പറ്റാത്ത രീതിയിലാക്കിയിട്ട് നമുക്കിത് വിരലിനെ കൊണ്ട് ഈ സൈഡ് ഭാഗം അമർത്തിയിട്ട് നേരിയതാക്കി എടുക്കണം. അധികം നേരിയേണ്ട ആവശ്യമില്ല. നേരിയതാക്കിയിട്ട് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്റർ തടിച്ചിട്ടുണ്ടാവുക. ആ സെൻറ്റർ കുറച്ച് തടിച്ചിട്ട് ഒരു ബൗൾ ടൈപ്പിലാക്കി എടുക്കും. ഇതിനെ അമർത്തുമ്പം തന്നെ ആ ബൗൾ ടൈപ്പിലായി വന്നോളും. സെൻറ്ററിൽ കുറച്ചൊരു തടിപ്പ് വേണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മസാല ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നടുവിൽ വെച്ചിട്ട് വിരലിനെ കൊണ്ട് നല്ലോണം അമർത്തി കൊടുക്കുക. ഈ അമർത്തുന്ന സമയത്ത് താഴേന്ന് നമ്മൾ തടിപ്പിൽ വെച്ച ആ ഗോതമ്പ് പൊടീൻ്റെ ഇത് പൊന്തി മുകളിലേക്ക് വരും. ഈ താഴോട്ട് അമർത്തുന്ന സമയത്ത് തന്നെ നമ്മൾ മേലെ നിന്ന് ചെറുങ്ങനെ അമർത്തി കൊടുക്കണം. എന്നാൽ അതിൻ്റെ അടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നില്ല, ഇതേപോലെ നല്ലോണം അമർത്തുന്ന സമയത്ത് മേലെ നിന്ന് നമ്മളെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഫിംഗറിനെ കൊണ്ട് ഇത് അമർത്തിയിട്ട് അടക്കുക. അന്നേരം അതിൻ്റെ എൻഡ് കംപ്ലീറ്റ് അടഞ്ഞടഞ്ഞ് വരും. ഇനി ഇത് വിരലിനെ കൊണ്ട് നല്ലോണം അമർത്തിയിട്ട് ഇതിൻ്റെ മേൽഭാഗം ക്ലോസ് ചെയ്യാം. ക്ലോസ് ആയതിന് ശേഷം ഇതിൽ എക്സസ് വരുന്ന മേൽഭാഗം എടുത്ത് മാറ്റി വെക്കുക. ഇനി ഇത് അടച്ച് ഡസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ശ്രദ്ധിക്കേണ്ട നാലാമത്തെ കാര്യം, ഇത് പരത്തുമ്പോഴാണ്. ഒരുവിധം ബിഗിനേഴ്സിനെല്ലാം ഇത് പരത്തുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാണ്ട് എങ്ങനെ പരത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരത്തുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് മേളിലോട്ടേക്ക് പരത്തി കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് കൂടി താഴോട്ടേക്ക് പരത്തുക. ഒരിക്കലും ഡയറക്റ്റ് പരത്തിയെടുക്കരുത്. ഒരു സൈഡിലേക്ക് കൂടി മേലോട്ട് പോകാം, മറ്റേ സൈഡിലേക്ക് കൂടി താഴോട്ടേക്ക് വരിക. ഇതേപോലെ പരത്തിയെടുക്കണം നമ്മൾ, അന്നേരം ഇത് പൊട്ടിപ്പോവില്ല. ഇനി ഇതെങ്ങനെയാണ് ചുടുന്നത് നോക്കാം. ഒരു തവ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായതിന് ശേഷം കുറച്ചൊന്ന് എണ്ണ പുരട്ടി കൊടുക്കുക. അതിലേക്ക് നമ്മൾ പൊറോട്ട ഇട്ടിട്ട് ഒരു 15 സെക്കൻഡ് ചൂടായതിന് ശേഷം അതിനൊന്ന് തിരിച്ചിടുക.
തിരിച്ചിട്ടതിന് ശേഷം സൈഡിൽ കുറച്ച് എണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എണ്ണ അപ്ലൈ ചെയ്യുമ്പം തന്നെ അത് പൊന്തി വരാൻ തുടങ്ങും. പൊന്തി വന്നതിന് ശേഷം അതിനെ പിന്നെ തിരിച്ചിടുക. പിന്നെ ഇടക്കിടക്ക് തിരിച്ചിട്ടുകൊണ്ട് നിന്നിട്ട് അതിൻ്റെ എല്ലാ സൈഡും വേകുന്നവരെ ചുട്ടെടുക്കുക. അപ്പം പൊറോട്ട ഉണ്ടാക്കുമ്പം ഞാനീ പറഞ്ഞ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പൊറോട്ട പൊട്ടിപ്പോവാണ്ട് നല്ല ടേസ്റ്റി പൊറോട്ട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നാമത്തേത് ആട്ട കുഴക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക, മെയിൻ തിങ്. രണ്ടാമത്തേത് ഉരുളക്കിഴങ്ങ്, മസാലയിൽ ചേർക്കുന്ന ഉരുളക്കിഴങ്ങ് ഒരിക്കലും ചൂടോടെ ചേർക്കരുത്. എപ്പോൾ തണിഞ്ഞ് നല്ല റൂം ടെമ്പറേച്ചർ ആയിക്കഴിഞ്ഞാൽ മാത്രമേ അത് ചെയ്യാവൂ, അതിൻ്റെ മസാല ഉണ്ടാക്കാവൂ. മൂന്നാമത്തേത് ഫില്ല് ചെയ്യുന്നത് ഞാൻ കാണിച്ച പോലെ തന്നെ ഫില്ല് ചെയ്യാം. നാലാമത്തേത് പരത്തുന്നത്, ഒരു സൈഡിൽ നിന്ന് മുകളിലോട്ടേക്കും മറ്റേ സൈഡിലേക്ക് കൂടി താഴോട്ടേക്കും ആയിട്ട് പരത്തി എടുക്കണം. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആലു പൊറോട്ട നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ മസാലേൻ്റെ കാര്യം, ഇതിൽ ഞാൻ ചേർത്ത ആംചൂറ് ചേർക്കുന്നതിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ചേർക്കാം, കുറച്ച് ചേർത്താൽ മതി. പിന്നെ അജ്വൈൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ അയമോദകം എന്ന് പറയും. ഇതൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിന് പകരം ഗരം മസാലയോ അങ്ങനെ എന്ത് വേണ്ടിക്ക് ചേർക്കാം. ഇതിപ്പം പൊറോട്ട ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇതിപ്പം മുറിച്ചിട്ട് കാണിച്ചു തരാം. ഇത് പരത്തുന്ന ഇതുകൊണ്ടാണ് മസാല കംപ്ലീറ്റ് അകത്തെല്ലാ ദിക്കിലും സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. കണ്ടോ, അതിൻ്റെ അകത്ത് മസാല കംപ്ലീറ്റ് സ്പ്രെഡ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഇതേപോലെ കിട്ടണം നമ്മൾ ആലു പൊറോട്ട. അപ്പോൾ നമുക്ക് ആലു പൊറോട്ട ഉണ്ടാക്കി നോക്കിക്കൂടെ വീട്ടിൽ? രണ്ടാമതും കാണിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ചുട്ടെടുക്കുന്നതെന്നുള്ളത് ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡ് ചൂടായതിന് ശേഷം സൈഡിൽ ഓയിലൊന്ന് ആക്കി കൊടുക്കുക. ചെറുങ്ങനെ ഒന്ന് ഒരു ബ്രഷിനെ കൊണ്ട് ഇതാക്കിയാൽ മതി. തിരിച്ചിടുക, ഒന്നും കൂടി കുറച്ച് എണ്ണയൊന്ന് മുകളിലും കൂടി അപ്ലൈ ചെയ്യാം. അതിന് ശേഷം പിന്നെ മറിച്ചിട്ടുകൊണ്ട് വെക്കുക. ചുട്ടെടുക്കാനും വളരെ ഈസിയാണ്. ഇതിപ്പം ആയിട്ടുണ്ട്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആലു പൊറോട്ട നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ ആലു പൊറോട്ട വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക. ഞാനുണ്ടാക്കുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഒപ്പം തന്നെ ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത പ്രാവശ്യം വേറൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ബൈ.